ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവാൻ്റെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നുറുക്കു ഗോതമ്പും പഴവും വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഹൽവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് നുറുക്കു ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ സൂചി ഗോതമ്പ് എന്നും പറയാറുണ്ട് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒന്ന് കഴുകി എടുക്കട്ടെ. കഴുകി എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. ഒന്ന് സോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വേഗം അടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് സോക്ക് ചെയ്യുന്നത്. 2 മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ആ സമയത്ത് 2 ഇടത്തരം പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് കട്ടാക്കി എടുക്കണം. നല്ല പഴുത്ത പഴമായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് പഴുത്ത പഴം എടുക്കണം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് ജ്യൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. വലിയ പഴമാണെങ്കിൽ 1 പകുതി എടുത്താലും മതി. ഇത് മീഡിയം ടൈപ്പാണ്. അതുകൊണ്ട് 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങാപ്പാൽ വേണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാം. അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ ഇതേപോലെ പാലാക്കി എടുത്താലും മതി. ഇതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് ജ്യൂസാക്കി എടുക്കണം. നന്നായിട്ട് അടിച്ച് തന്നെ എടുക്കണം കേട്ടോ. ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഹൽവ തയ്യാറാക്കുന്ന ആ കടായിലേക്ക് തന്നെ ഇത് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അത് ഈ മിക്സിയുടെ സെയിം ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത് 2 മണിക്കൂർ ഞാൻ ഇട്ടിരുന്നു സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഈ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. ഈ സൂചി ഗോതമ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 കപ്പ് വെള്ളം ഈ ഗോതമ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് 2 കപ്പ് ഒന്നിച്ച് ഒഴിക്കരുത്. അത് അടിഞ്ഞു വരാനായിട്ട് ബുദ്ധിമുട്ടാവും. അത് അടിച്ചതിന് ശേഷം മാത്രം 1 കപ്പും കൂടി ആഡ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം. തരി ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ വേണം അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് സൈഡിൽ വെക്കാം. പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കര ഞാൻ ഇടുന്നുണ്ട്. 200 ഗ്രാം ശർക്കര ഉണ്ടാവും. അതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം. 1 കപ്പ് ശർക്കരയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അത് നേരത്തെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ട്രേയിലേക്ക് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഗീ ഇട്ടിട്ട് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സൈഡിലും എല്ലായിടും ഗീ സ്പ്രെഡാക്കണം. അല്ലെങ്കിൽ ഹൽവ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങോട്ട് അടർന്നു വരുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടായി മാറും. പിന്നെ നട്ട്സ് ഇതിൽ ഇട്ട് വയ്ക്കാം. ഞാൻ ബദാമാണ് ഇട്ടിട്ടുള്ളത്. ക്യാഷോ പീനട്ടോ എന്താണെന്ന് വെച്ച് ഇടാം. പിന്നെ എള്ള്, വെള്ള കളറിലുള്ള എള്ള് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ പിസ്ത ചെറിയ പീസായിട്ടുള്ളത്. ഞാൻ ബദാം കുറച്ച് വലുതാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളിടുന്ന സമയത്ത് ചെറിയ പീസാക്കി ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ സൈഡിൽ വെക്കാം. ഇപ്പം ദാ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കുന്നതിന് വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒരു അരിപ്പ വെച്ചിട്ട് വേണം ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ശർക്കരയിൽ ഇങ്ങനെ തരിയും അഴുക്കും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ അരിച്ചിട്ട് വേണം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
പഴമുള്ളത് കൊണ്ട് വേഗം അങ്ങോട്ട് കട്ടി പിടിക്കും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് ഓൾമോസ്റ്റ് 1 മണിക്കൂർ വേണ്ടി വരും. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇങ്ങനെ ഇടക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കൈ എടുക്കാതെ തന്നെ ഇളക്കണം. ഇത് തിക്കായിട്ട് വരുന്നുണ്ട്. ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് കുറച്ച് ഷോർട്ടായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അടി പിടിക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഉരുളി പോലുള്ളതിലും ചെയ്യാൻ പറ്റും. പിന്നെയും 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യാം. നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്താലും മതി. എന്നിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത് കേട്ടോ. ഇനിയും 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3 ടീസ്പൂൺ നെയ്യ് ഞാൻ ആഡ് ചെയ്തു. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വിട്ട് വരും. ഇത് കറക്റ്റായിട്ട് വരുന്ന സമയത്ത് പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഏത് നട്ട്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം. ഞാൻ ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു മണിക്കൂർ എടുത്തു കേട്ടോ ഞാൻ ഈ ഹൽവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ് ഈ ഹൽവ. കണ്ട പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതുപോലെ വിട്ട് വരാൻ വേണ്ടി തുടങ്ങും. പിന്നെയും ഇതുപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നന്നായിട്ട് വറ്റിച്ച് തന്നെ എടുക്കണം. ഞാൻ 4 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടല്. പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വിട്ടിങ്ങനെ വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടുള്ള പണിയാണ് ഇത്. പാത്രത്തിൽ നിന്നും നന്നായിട്ട് ഇങ്ങനെ വിട്ടിങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ മാവ് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് എല്ലാവരും നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് ഇങ്ങനെ വരണം. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഹൽവ. 2 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗവിൽ നിന്നും മാറ്റാവുന്നതാണ്. ഇതേ സ്റ്റേജിലാണ് നമ്മൾ സ്റ്റൗവിൽ നിന്നും മാറ്റേണ്ടത്. സ്റ്റൗവിൽ നിന്നും മാറ്റിയതിന് ശേഷവും 1 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ആഡ് ചെയ്യാം. ബദാം വലിയ പീസായിട്ടാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്. ചെറിയ പീസായിട്ട് നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ ഇടുന്ന സമയത്ത്. ഫുള്ളും ഈ ട്രേയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കണം. സ്പൂണിൽ ഗീ ഇട്ടിട്ട് ആ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നത്. കുറച്ച് ഗീ മേളിലും എല്ലായിടവും ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ലെവലായിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇടാം. ഞാൻ എള്ള് ഇടുന്നുണ്ട്. വൈറ്റ് എള്ള് കുറച്ചിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്.
ഇതിന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് 3 മണിക്കൂർ വെക്കണം. പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇത് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. കണ്ട സൈഡെല്ലാം ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇത് വേറെ പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് നോക്കാം. നല്ല കറക്റ്റായിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ളതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് 1 മണിക്കൂറോളം വേണ്ടി വരും ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്, നല്ല സോഫ്റ്റുമാണ്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.